കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ എന്റെ അനിയനായതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ അവൾ ഇന്നാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. ഇവിടെ അവളുടെ ആൾക്കാർ ആരും തന്നെ ഇല്ല. ഇനി നമ്മളാണ് അവളുടെ കുടുംബം. നമ്മൾ തന്നെ അവളെ മനസ്സിലാക്കാതിരുന്നാൽ അവളുടെ അവസ്ഥ എന്താവും നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവളുടെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവളുടെ അച്ഛനും അമ്മയ്ക്കൊരു മരുമകൻ, ഭാവനേട്ടത്തേക്കും കാർത്തികയ്ക്കും ഒരു കൂട്ട്, ചേട്ടനൊരു അനിയത്തി, നിനക്ക് ഏട്ടത്തി, ഉണ്ണിക്കും അനുവിനും കീർത്തിക്കും അമ്മ. അത്രേ ഉള്ളൂ. ഇവളെനിക്കൊരു ഭാര്യയല്ല, ഞാൻ ഇവൾക്കൊരു ഭർത്താവുമല്ല. ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ ഞങ്ങളിപ്പോൾ തയ്യാറല്ല. അതിന് കുറച്ച് സമയം വേണം. ചിലപ്പോൾ അത് സംഭവിച്ചില്ല എന്നും വരാം. മനസ്സിലായോ നിനക്ക്? സോറി ഏട്ടാ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ഏട്ടനും ഏട്ടത്തെയും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ, അല്ലാതെ ഏട്ടനും ഏട്ടത്തെയും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. ഐ അണ്ടർസ്റ്റാൻഡ് അഖിൽ. ഞങ്ങൾ എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കണം. നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കണം. ഈ ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങൾക്കായിരിക്കും ചേരുന്നത്. ചില സോറി ഏട്ടാ. ഞാനും നിന്നോട് സോറി ചോദിക്കുന്നു. ഇന്ന് നിങ്ങളുടെയും ഫസ്റ്റ് നൈറ്റ് ആണെന്ന് ഓർക്കാതെ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞു, നിന്നെ ഹേർട്ട് ചെയ്തു. ഐ എം സോറി. ഏട്ടാ, ഞാനല്ലേ നിങ്ങളോട് സോറി പറയണ്ടേ? ഞാനാ ഏട്ടനെയും ഏട്ടത്തെയും ഹേർട്ട് ചെയ്തേ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ഏട്ടാ, സത്യമായിട്ടും ഉണ്ടാവില്ല. പ്രോമിസ്. എനിക്കെൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നീയും. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. നീ അവളുടെ അടുത്തേക്ക് ചെല്ല്. സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇദ്ദേഹത്തെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. അപ്പടാ കഴിഞ്ഞു. ഏയ് ഹണി, നീ ഇതൊക്കെ സെറ്റാക്കിയല്ലേ? കഷ്ടപ്പെട്ട് വച്ചിട്ടുണ്ട് അഖിൽ. താങ്ക് യു ഹണി. അഖിൽ, അവിടെയും ഏട്ടനും ഏട്ടത്തെയും താഴെ വീണോ? അവരിതൊക്കെ നോക്കിയല്ലേ ചെയ്യൂ. അഭിയേട്ടനുണ്ടല്ലോ ഈ കാര്യം മനസ്സിലാക്കി നട്ടും ബോട്ടും ടൈറ്റ് ചെയ്തു. നമ്മളെ കുറച്ച് ധൃതി വെച്ചെന്ന് തോന്നുന്നു. അത് ശരിയാ. അവരെ പറ്റി നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല. അപ്പോ അവിടെ ഒന്നും നടന്നില്ലേ? അവിടെ ഒന്നും നടക്കാനേ പോകുന്നില്ല. അപ്പോ നീ ചെയ്ത അറേഞ്ച്മെന്റ്സ് എല്ലാം വേസ്റ്റ് ആയോ? എല്ലാം വേസ്റ്റ് ആയി. അതൊക്കെ പോട്ടെ, അവരുടെ കാര്യം അവർ നോക്കും. നമ്മുടെ കാര്യം എന്തായി? ഞാൻ ശരിക്കും ടയർഡായി അഖിൽ. പ്ലീസ് അങ്ങനെ പറയല്ലേ. അവിടെ ഒന്നും നടന്നില്ല, ഇവിടെ ഒന്നും നടക്കാതിരുന്ന അതെങ്ങനെ ശരിയാവുന്നേ? ഭാവന ഏട്ടത്തിയും ചേട്ടനും വേറെന്തൊക്കെയാ ചെയ്തത്? അവര് വേറൊന്നും ചെയ്തില്ല. ചെയ്യാനുള്ളതൊക്കെ ഇപ്പൊ നമ്മളല്ലേ ചെയ്യണ്ടേ? ഇവൾ ഉറങ്ങിയോ? ഇനി ഞാനിപ്പോ ഇവിടെ കിടക്കും. വസു, ഏയ് വേണ്ട, നല്ല ഉറക്കാണെന്ന് തോന്നുന്നു.
ഇനിയിപ്പോൾ എന്തു ചെയ്യും? സോഫയിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഇനി എന്നും ഈ പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരുമോ? കട്ടിൽ തന്നെ കിടക്കാം. ഉണ്ണീന്ന് വിചാരിച്ചായിരിക്കും അവൾ കൈയിട്ടത്. മോളെ വസു, ഒരു കോഫി കൊണ്ടുവാ. നിങ്ങളോട് പറഞ്ഞപ്പോ എന്നെ വഴക്ക് പറഞ്ഞില്ലേ? എന്നിട്ടിപ്പോ നിങ്ങൾക്ക് കാണണമെന്ന് തോന്നുന്നുണ്ടോ? മറന്നുപോയി. എന്നും ചോദിക്കുന്നത് പോലെ ചോദിച്ചതാ. ഇതിന് മറവിന്ന് പറയാൻ പറ്റില്ല, സ്നേഹം എന്ന് പറയും.
രാത്രി മുഴുവൻ ഞാൻ ഏട്ടനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒട്ടും ഉറങ്ങിയിട്ടില്ല. രാവിലെ എപ്പോഴും അറിയാതെ ഉറങ്ങിപ്പോയപ്പോഴും ഓർക്കത്തിനിടയിൽ വസുന്ന് വിളിച്ചു. അങ്ങനെയെങ്കിൽ നീയും രാത്രിയിൽ ഉറങ്ങിക്കാണില്ലല്ലോ. വസു ഇല്ലാത്തോണ്ട് ആഹാരം പോലും കഴിക്കാൻ തോന്നില്ല. പിന്നെയാണ് ഉറക്കം വരുന്നേ. ഇനി മുതൽ വാസുവില്ലാതെ ജീവിക്കാൻ നമ്മൾ രണ്ടുപേരും ശീലിക്കണം. നമ്മൾ ആഹാരം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല എന്നൊക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമിക്കില്ലേ? അത് ശരിയാട്ടാ. പക്ഷേ എനിക്ക് ഒരു തവണയെങ്കിലും വസുവിനെ ഉണ്ണിയും കാണണമെന്ന് തോന്നുക. ഇപ്പോഴോ? അതെന്താ അങ്ങനെ ചോദിക്കുന്നേ? വസുവിനെ നമ്മൾ കണ്ടിട്ട് 24 മണിക്കൂറായില്ലേ? ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇതുപോലെ അവളെ കാണാതിരുന്നിട്ടുണ്ടോ നമ്മള്? ഇനി അങ്ങനെ വേണം സുശീല. ഏട്ടനെ കൊണ്ട് കഴിയോ പറഞ്ഞേ? അത് പിന്നെ എനിക്കറിയാം ഏട്ടാ, ഏട്ടനെ കൊണ്ടും പറ്റില്ലെന്ന്. നമുക്ക് അവരുടെ വീട്ടിൽ പോവാന്നേ. അത് നല്ലതല്ല സുശീല. ആ, അപ്പൊ പിന്നെ വസുവിനെ അഭിയെ നമുക്ക് വീട്ടിലേക്ക് വിളിച്ചാലോ? നമ്മുടെ വീട്ടിലേക്കോ? ആ അതെ. കല്യാണം കഴിഞ്ഞ് 3 ദിവസത്തേക്ക് പെണ്ണിനെ ചെക്കനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് പതിവല്ലേ? അതൊക്കെ ശരിയാണ്. ആ, എന്നാ പിന്നെ വേഗം വിളിച്ചൊന്ന് പറയുന്നേ. അതല്ല സുശീല, ഫോൺ ചെയ്യുന്നത് ശരിയാണോന്ന് പറ. നമ്മൾ നേരിട്ട് പോയി അവരെ വിളിച്ചോണ്ട് വരണം. എന്നാ പിന്നെന്താ, വേഗം ഇറങ്ങാന്നേ. എന്താ ഇത്ര ധൃതി? ആദ്യം ജോത്സ്യരുടെ അടുത്ത് പോയി മുഹൂർത്തം കുറിക്കണം, അതിനുശേഷം പോയി വിളിക്കണം. ആ എന്നാ ശരി, വേഗം പോയി ജോത്സ്യനെ കണ്ടിട്ട് വന്നേ. കോഫി കുടിച്ചിട്ട് പോകാൻ സുശീല. ഒരു കുഴപ്പമില്ല. ഒരു തവണ കാപ്പി കുടിച്ചില്ല എന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല. ആദ്യം പോയി ജോത്സ്യനെ കണ്ടിട്ട് വന്നേ. വേഗം പോയിട്ട് വന്നേ. റെഡിയാക്കി അമ്മേ. അവരാരും ഇതുവരെ എഴുന്നേറ്റില്ലേ? അത് അമ്മേ. എന്താ ഇന്ന് പൂജയുണ്ടെന്ന് നീ അവരോട് പറഞ്ഞില്ലേ? അവരോട് വേഗം എഴുന്നേറ്റ് റെഡിയായി വരാൻ പറ. തിരുമേനി പറഞ്ഞ സമയത്ത് തന്നെ പൂജ നടത്തിയേ തീരൂ. ശരി അമ്മേ. പുതുതായി വന്ന മരുമക്കളെ വെച്ച് രാവിലെ പൂജ നടത്താനോ? ഇതെന്തായാലും കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ച തന്നെയാ. ഇന്നലെ രാത്രി ഒരു ലേറ്റ് ആയിട്ടാ ഉറങ്ങിയത് തന്നെ. ഇത്ര നേരത്തെ അവർ എണീക്കോ എന്തോ. ഞാൻ പോയി എങ്ങനെ അവരെ വിളിച്ചുണർത്തുന്നത്? എന്താ മോളെ ഭാവനെ, നിന്റെ അമ്മയെന്തോ ഭാരിച്ച് ജോലി ഏൽപ്പിച്ചു പോയതുപോലെ ഉണ്ടല്ലോ. അതൊന്നുമില്ല ഇളയമ്മേ. ഇന്ന് പുതിയ മരുമക്കളുടെ കൈ കൊണ്ട് വിളക്ക് തെളിയിക്കണമെന്ന് തിരുമേനി പറഞ്ഞില്ലായിരുന്നോ? വീടിന്റെ മരുമകളായ മഹാലക്ഷ്മി, ആ മഹാലക്ഷ്മി വീട്ടില് വിളക്ക് വെക്കണമെന്ന് പറഞ്ഞു കാണും. ഇന്ന് വസുവും കാർത്തികയും വിളക്ക് തെളിയിക്കണമെന്ന് തിരുമേനി നേരത്തെ മുഹൂർത്തം കുറിച്ച് കൊടുത്തിരുന്നു. ആ മുഹൂർത്തത്തിന് തന്നെ അവരെ കൊണ്ട് വിളക്ക് തെളിയിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ട് പോയതാ. അത് നല്ല കാര്യല്ലേ. ഇതിനെന്തിനാ നീ ഇത്ര ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ? ടെൻഷനൊന്നുമില്ല. മനസ്സിലായി. ഇത്ര രാവിലെ തന്നെ അവരെങ്ങനെ ഉണർത്തുന്നല്ലേ വിചാരിക്കുന്നേ? നീ ഉണർത്തിയില്ലെങ്കി നിന്റെ അമ്മ നിന്നെ മാത്രമല്ല അവരെ ചേർത്ത് വഴക്ക് പറയും. കല്യാണം കഴിഞ്ഞ ഉടനെ അമ്മായിയമ്മയും മരുമക്കളും വഴക്ക് കൂടുന്നത് നല്ലതല്ല. നീ പോയി കാർത്തികയെ ഉണർത്ത്, ഞാൻ പോയി പശുവിനെ ഉണർത്താം. ശരി ഇളയമ്മേ. നീ പോയി കാർത്തികയെ ഉണർത്ത്. പക്ഷെ ഞാൻ വസുവിനെ ഉണർത്തില്ല. കാർത്തിക പൂജയ്ക്ക് വരും, വസു വരില്ല. കാർത്തികയ്ക്ക് അനുഗ്രഹം കിട്ടും, വസുവിന് വഴക്കും കിട്ടും. അയ്യോ. അയ്യോ, ഉണ്ണിയാണെന്ന് വിചാരിച്ച് ഇദ്ദേഹത്തിന് ദേഹത്ത് കൈവച്ചല്ലോ. സോറി. എന്തിന്? അത് കൈ അറിയാതെ ദേഹത്ത്. ഇപ്പോ കൈവച്ചതിനാണോ
അതോ രാത്രി ഒരുപാട് തവണ കൈവച്ചതിനോ? ഒരുപാട് തവണ ഞാൻ കൈവച്ചോ? എത്ര തവണ കൈവച്ചായിരുന്നു? ഞാൻ എണ്ണി നോക്കിയില്ല. അടുത്ത പ്രാവശ്യം കൗണ്ട് ചെയ്തിട്ട് പറയാം. അയ്യോ, എന്താണ് നീ ഇങ്ങനെ? എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ച്? അദ്ദേഹം എന്നെ തെറ്റിദ്ധരിച്ചു കാണോ? അയ്യോ, ആരും വാതിൽ തട്ടുന്നു അഖിൽ. നീ പോയി വാതിൽ തുറന്ന് നോക്ക്. എന്റെ വീട്ടില് വാതിലൊന്നും ഞാൻ തുറക്കാറില്ല അഖിൽ. നീ പോയി തുറക്ക്. അതിനു മുന്നേ നീ എന്നോട് ജോലിയൊക്കെ പറയാൻ തുടങ്ങിയല്ലേ? ഗുഡ് മോർണിംഗ് ഏട്ടത്തി. മോർണിംഗ് അഖിൽ. കാർത്തിക എണീറ്റായിരുന്നോ? അത് അവള് പൂജയ്ക്ക് മുഹൂർത്താകാറായി. അമ്മ കാർത്തികയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. 5 മിനിറ്റിനുള്ളിൽ പൂജ തുടങ്ങും. വേഗം വരാൻ പറ. എന്താ 5 മിനിറ്റേ ഉള്ളോ? ഉം. ശരി ഏട്ടത്തി, ഏട്ടത്തി പൊയ്ക്കോ. ഞാൻ അവളെയും കൂട്ടിക്കൊണ്ടുവരാം. കാർത്തിക, എടി കാർത്തിക, എഴുന്നേക്ക്. എടി എഴുന്നേക്ക. അയ്യോ, നീ വേഗം ഇവിടുന്ന് എഴുന്നേറ്റേ. എഴുന്നേക്ക്. ഞാൻ കുറച്ചും കൂടി ഉറങ്ങിക്കോട്ടെ. അയ്യോ, കുറച്ചു നേരമൊന്നുമില്ല. അത്രയും ടൈം എടുക്കാൻ പറ്റില്ല. 5 മിനിറ്റ് കൊണ്ട് റെഡി ആയി പൊക്കോണം. എവിടെ പോണം? പൂജയ്ക്ക്. അമ്മ വേഗം ചെല്ലാൻ പറഞ്ഞു. ഏട്ടത്തിയാ വന്ന് പറഞ്ഞത്. പെട്ടെന്ന് റെഡി ആവും, നമുക്ക് പോവാം. എന്നെ കൊണ്ട് പറ്റില്ല അഖിൽ. പ്ലീസ് 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 ഒന്ന് എഴുന്നേക്ക് പ്ലീസ്. ഫസ്റ്റ് ഡേ തന്നെ അമ്മയെ കൊണ്ട് വഴക്ക് പറയിക്കല്ലേ. പ്ലീസ് കാർത്തിക, ഒന്ന് എഴുന്നേക്ക്. ഇപ്പൊ ഞാൻ വാഷ്റൂമിലേക്ക് പോയി ബ്രഷ് ചെയ്ത് കുളിച്ചിട്ട് സാരി എല്ലാം ഉടുത്തിട്ട് പിന്നെ പൂജയ്ക്ക് പോണം. ഓ മൈ ഗോഡ്, ഐ കാന്റ് അഖിൽ. പ്ലീസ് 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 കാർത്തിക, എനിക്ക് വേണ്ടിയല്ലേ. വേറെ വഴിയൊന്നുമില്ലേ? ഒരു വഴിയുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കുളിക്കുന്നില്ല. ആ, അതെങ്ങനെയാടി? കുളിക്കാതെ എങ്ങനെ പൂജയിൽ പങ്കെടുക്കാൻ പറ്റുന്നേ? ഞാനിപ്പോ കുളിക്കുന്നതാണോ പ്രധാനം അതോ പൂജയ്ക്കിരിക്കണോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? നീ മിണ്ടാതിരുന്നാ മതി. ആ, അദ്ദേഹം ഫ്രഷായി വരുമ്പോഴേക്കും ഉണ്ണി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റോ ഇല്ലെന്ന് നോക്കിയിട്ട് വരാം. എന്താ ഇത്? ഞാൻ കഥക് തട്ടുന്നതിന് മുന്നേ ഇവള് എഴുന്നേറ്റ് വന്നോ? ഒരുപക്ഷെ ഇവള് റെഡി ആയിട്ടാണോ വന്നത്? എന്താ മോളെ വസു, എങ്ങോട്ടാ പോന്നേ? ഉണ്ണിയെ നോക്കാൻ പോവാ. ആ, ഉണ്ണി അനുവും കീർത്തിയൊക്കെ ഉറങ്ങുകയാണല്ലോ. അവരെന്തിനാ ഇത്ര നേരത്തെ എഴുന്നേപ്പിക്കുന്നേ? അവന് രാവിലെ നേരത്തെ എഴുന്നേക്കുന്ന ശീലമുണ്ട്. ഇന്നലെ കളിച്ച് ക്ഷീണിച്ച് ഉറങ്ങല്ലേ? ഇന്ന് കുറച്ചു നേരം കൂടി കിടന്നുറങ്ങട്ടെ. അങ്ങനെയല്ല, നിനക്ക് നല്ല ക്ഷീണുണ്ട്. പോയി സമാധാനത്തോടെ റെഡി ആയിട്ട് വാ. അദ്ദേഹം ഫ്രഷ് ആവുക. ആണോ? അത് നല്ല കാര്യല്ലേ. ഒരു തിടുക്കവും ഇല്ല. നീ പതുക്കെ റെഡിയായാ മതി. ചെല്ല്, റൂമിലോട്ട് പോ. ഇന്ന് എടുത്തി വസുവിന് വേണ്ടതെല്ലാം വയറ് നിറച്ചു കൊടുക്കും. അത് കേട്ട് എന്റെ വയറ് നിറയും. കീർത്തി, കീർത്തി, എഴുന്നേക്ക് കീർത്തി, കീർത്തി. എന്താ എന്താനു? അങ്ങോട്ട് നോക്ക്. ഇവനെന്തിനാ
നമ്മുടെ റൂമിൽ വന്ന് കിടക്കുന്നേ? ഇത്ര പെട്ടെന്ന് രാവിലെ ആയോ? ഗുഡ് മോർണിംഗ്. നീ എപ്പോഴാ ഞങ്ങളുടെ റൂമിൽ വന്നേ? രാത്രി വന്ന് കിടന്നതാ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഉറങ്ങുമായിരുന്നു. എന്തിനാ വന്നേ? ഉറങ്ങാൻ വേണ്ടിയാ വന്നത്. ആര് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ? ഭാവന വല്യമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നോട് ഇവിടെ കിടക്കാൻ പറഞ്ഞിട്ടാ പോയത്. ഇത് ഞങ്ങളുടെ റൂമാ. അല്ല, നമ്മുടെ റൂമല്ലേ ഇത്? ഇത് ഞങ്ങളുടെ റൂമാ. അല്ല, നമ്മുടെ റൂമല്ലേ ഇത്? അതെങ്ങനെ? ഗേൾസിന്റെ റൂമിൽ നീ എന്തിനു വന്ന് കിടന്നുറങ്ങുന്നു? നമ്മളെല്ലാം കുഞ്ഞു കുട്ടികളല്ലേ, ഇത് കിഡ്സ് റൂം ആണെന്ന് വിചാരിച്ച് ഇവിടെ കിടക്കാലോ. ഷർട്ടില്ലാതെ എന്തിനാ വന്ന് കിടന്നേ? എനിക്ക് ഷർട്ടിട്ട ഉറക്കം വരില്ല, അതുകൊണ്ടാ. കുഞ്ഞുനാള് മുതലേ ഞാൻ ഇങ്ങനെ കിടന്നാ ശീലിച്ച്, അതുകൊണ്ടല്ലേ. ഇനി മുതൽ ഞങ്ങളുടെ റൂമിൽ നീ കിടക്കാൻ പാടില്ല. അല്ല, നമ്മള് മൂന്നുപേരും കൂടി ഈ റൂം ഷെയർ ചെയ്ത് കിടന്നോളാൻ വല്യമ്മ പറഞ്ഞായിരുന്നു. പറ്റില്ല, ഇത് ഞങ്ങളുടെ റൂമാ. ഞങ്ങൾ മാത്രം ഇവിടെ കിടന്നാ മതി. ഞാൻ നിങ്ങളുടെ ചേട്ടനല്ലേ, നിങ്ങൾ രണ്ടുപേരും എന്റെ സിസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഈ റൂം നമ്മൾ മൂന്നുപേരുടെ അല്ലേ?